9ാം ക്ലാസ്സിലെ ആദ്യത്തെ ലെസണാണ് എന്ത് പെയർ ഓഫ് ഇക്വേഷൻസ്. പെയർ ഓഫ് ഇക്വേഷൻ എന്ന് വെച്ചാൽ സമവാക്യ ജോഡികൾ. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായിട്ടുള്ള 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് ഇത് കറുപ്പ്. കറുപ്പ് എത്രയാണ്, വെളുപ്പ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 100 അല്ലേ, 100. ഇനി ഏതെല്ലാം കളേഴ്സ് ഉണ്ട് ഇതിൽ? ബ്ലാക്കും വൈറ്റും. പിന്നെന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, ഇവയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കറുത്ത മുത്തുകളുടെ എണ്ണവും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് വെളുത്ത മുത്തുകളുടെ എണ്ണവും നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനൊരു ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ആ ഇക്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെളുപ്പിനേക്കാൾ എന്ന് വരുന്ന വാക്ക്, കാൾ എന്ന് വരുന്ന വാക്ക് വരുന്നുണ്ടല്ലോ, വെളുപ്പിനേക്കാൾ, കറുപ്പിനേക്കാൾ. ആ ഈ കാൾ വരുന്ന വാക്കിന് എക്സ് എന്ന് പേര് കൊടുക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ എങ്ങനെ ചെയ്യണം? മോർ ദാൻ, ലെസ് ദാൻ എന്ന വാക്കുകൾ വരുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾക്ക് എന്ത് കൊടുക്കണം? എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പം നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. എന്താണ്? വൈറ്റ് ബീഡ്സ് ഉണ്ട് അല്ലേ? വൈറ്റ് ബീഡ്സിന് നമ്മൾ എന്ത് പേര് കൊടുക്കണം? എക്സ് എന്ന് പേര് കൊടുക്കാം. കണ്ടല്ലോ, വൈറ്റ് ബീഡ്സ് എക്സ് ആണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് നമ്മൾ എന്ത് പറയണം? എക്സ് പ്ലസ് 10. നമ്മൾ പറഞ്ഞല്ലോ 10 മോർ ബ്ലാക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത്? എക്സ് പ്ലസ് 10 എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് 10 ഇസ് ഈക്വൽ ടു 100. മനസ്സിലായ? നമ്മൾ വൈറ്റ് ബീഡ്സിൻ്റെ എക്സും ബ്ലാക്ക് ബീഡ്സിൻ്റെ എക്സ് പ്ലസ് 10ഉം കണ്ടോ, ഇസ് ഈക്വൽ ടു 100. ടോട്ടൽ നമ്പർ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ 100 കിട്ടിയില്ലേ? ആ 100 ആണ് നമ്മളോട് ഇസ് ഈക്വൽ ടു ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി എന്ത് വേണം? ഈ എക്സുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായി? 2x പ്ലസ് 10 ഈക്വൽ ടു 100. ഇനി എന്താണ്? 2x ഇസ് ഈക്വൽ ടു 100. ഈ പ്ലസ് 10 എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 10. പ്ലസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ മൈനസ് 10. 2x ഇസ് ഈക്വൽ ടു 90. x ഈക്വൽ ടു 90/2. അതായത് ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്തല്ലോ. ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മളത് ഇൻറ്റുവിനെ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡിവിഷനായി മാറി. അതുകൊണ്ടാണ് 19/2 എന്ന് എഴുതിയത്. ഇനി 19/2 എഴുതിയിട്ടുണ്ട് അല്ലേ? 19നെ നമുക്ക് 200 ഒന്ന് ഹരിച്ച് നോക്കിയാലോ. 19 കണ്ടോ, 2 എത്രയാണ്? 4 × 2 8, 1 0, 5 × 2 10, 0 0. നമുക്ക് എത്ര ആൻസർ കിട്ടി? 45. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 45. ഓക്കെ അല്ല? ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടിയും പറഞ്ഞു തരാം. നമ്മൾ വൈറ്റ് ബീഡ്സിന് എക്സ് എന്ന് പേര് കൊടുത്തു, ബ്ലാക്ക് ബീഡ്സിന് എക്സ് പ്ലസ് 10. എങ്ങനെയാണ് വന്നത്? എക്സ് പ്ലസ് 10 10 കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പ്ലസ് 10 കൊടുത്തത്. ഇനി എന്താണ്? ഈ ഇക്വേഷൻസിനോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? 100 എഴുതി. ഇവിടെ പ്ലസ് 10 എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ട്, അതായത് 100 ഇപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പോൾ 10 മൈനസ് 10 പ്ലസ് മൈനസ് ആയി മാറി. കണ്ടല്ലോ, ഇവിടുത്തെ പ്ലസ് ഇങ്ങോട്ട് പോയപ്പോൾ മൈനസ് ആയത്. അപ്പോൾ 2x 90 വന്നു. ഇവിടെ ഇൻറ്റു ചെയ്തത് കൊണ്ട് ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി പറയും? ഡിവിഷനായി മാറി. അതാണ് ഇവിടെ ഡിവിഷനാക്കിയത്. 45 ആൻസർ കിട്ടിയത്. ഈ കണക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം.